ഗദ്യകവിത അവശേഷിപ്പ്. രചന ബിപിൻ രാമദാസ്. ശബ്ദനുശാസനം ചെയ്യാൻ. യുദ്ധം മുളപൊട്ടിയതിൽ പിന്നെ അവർ ആരാന്റെ ചെയ്തികളെ നോക്കി ആകുലരാകാറില്ല. അവർക്കും പ്രതീക്ഷകളുണ്ട്. ഒരു നാൾ ഭൂമി ശാന്തമാകും, ജനിമൃതികൾ സാധാരണമാവും എന്നൊക്കെ. തട്ടുകൊണ്ട തേരട്ടെ പോലെ നിഷ്പ്രഭമായി വട്ടം കിടക്കുന്ന സമയസൂചിക പഴയ പോലെ ചലിക്കാൻ തുടങ്ങുന്നുണ്ട്. ഞങ്ങൾ ദാരിദ്ര്യരുടെ പട്ടികയിലേക്ക് വലിഞ്ഞു കയറി വന്ന സർവരും വീണ്ടും തങ്ങളുടെ ഊണുമേശയിലേക്ക് തന്നെ ചേക്കേറുന്നു. വിശപ്പനുഭവത്തിൻ്റെ ചൂടേറ്റിരുന്നാൽ ഇനി അവർ പാതി ചവച്ച ഭോജനം മേശപ്പുറത്ത് തുപ്പിവെക്കില്ലെന്ന് തോന്നുന്നു. തിന്നുന്നത് അപ്പടി ഒപ്പിയെടുത്ത് പ്രചരിപ്പിക്കാനും വഴിയില്ല. അപ്പക്കഷ്ണങ്ങളിലെ മണ്ണ് വേർപ്പെടുത്തിയ ഓർമ്മകൾ അവരുടെ പല്ല് പുളിപ്പിക്കും. ഇടുങ്ങിയ ഓവിചാലിൽ ഉറങ്ങിയവർക്ക് പട്ടമെത്ത വേണമെന്നില്ല. വെറും തറയിലും കൂർക്കം വലി ശബ്ദമുയരും. ജീവിതം അടയാളപ്പെടുത്താൻ മണ്ണിനുറവിൽ ചുണ്ടു ചേർത്തവർക്ക് അന്യൻ്റെ വാപതിഞ്ഞ ചായക്കോപ്പകൾ അതൃപ്തിയുണ്ടാകിയേക്കില്ല. തെരുവുത്സവ പറമ്പുകളിലെ നീളും കരങ്ങളിലേക്ക് കനിവ് ചുരിയും. ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെപ്പോലെ ആരവങ്ങളിൽ നിന്ന് അകന്നു നിൽക്കും. ഉറങ്ങാൻ തുടങ്ങുമ്പോൾ വേനൽക്കാറ്റ് അവരുടെ സ്വപ്നങ്ങളിലേക്ക് വീശും. സർവരെയും വിഴുങ്ങിയിട്ടും കൊതി തീരാത്ത തീക്കാറ്റിൻ്റെ ചുണ്ടിൽ ചോദ്യങ്ങളുണ്ടായിരിക്കും. ഇനിയും കത്തിത്തീരാത്ത ഉത്തരങ്ങളായ അവർ സ്വയം പാപികളെന്ന് പിറുപിറുത്ത് ഞെട്ടിയുണരും. ജീവിതയുദ്ധത്തിൽ തുടരുന്നുവെന്ന് ബോധ്യപ്പെടും, പ്രാർത്ഥിക്കും.